കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ടിൻ്റെ ഒരു അച്ചാറാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാണ്ട്, അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ട് എല്ലാം ഇവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിട്ട് തുടങ്ങാം. ഒരു കടായി എടുത്തിട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അച്ചാറിടാനായിട്ട്. ഇനി നമുക്കതിലോട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3-4 ടീസ്പൂണ് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇത് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി പൊട്ടി വരട്ടെ. ഇനി അതിനോടൊപ്പം നമുക്ക് ഒരു 1.25 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ച് വെച്ചിട്ടുള്ള പേസ്റ്റാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് വെച്ച് വരട്ടെ. ഈ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ നമ്മൾ തീ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നുകൂടി നന്നായിട്ടൊന്ന് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്ത് വരട്ടെ. ഇനി നമുക്ക് അതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂണ് അച്ചാർ പൊടി. ഇത്രയും സാധനങ്ങളാണ് നമ്മളതിൽ ഇട്ട് കൊടുക്കുന്നത്. മുഴുവനായിട്ട് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. പൊടികളൊന്ന് കരിയാതെ നോക്കണം. ഇനി നമുക്ക് ബീട്രൂട്ട് ഇതിലൂടെ ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടും നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മളിതിൽ ഇതുവരെക്കും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഉപ്പ് കൂടി 2 ടീസ്പൂൺ ഉപ്പാണ്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ സുർക്ക ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള സുർക്ക നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. സുർക്ക ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇതിൽ നമുക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നന്നായിട്ട് തിളക്കണ്ട. അപ്പോൾ ഇതാ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സാധനം കൂടെ ഇട്ട് കൊടുക്കണ്ടേ. ഇതിപ്പോൾ ഉലുവ, കടുക്, കായം നന്നായി ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ളതാണിത്. ഒരു 1 ടീസ്പൂൺ ഉണ്ട്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ നമുക്കൊരു സ്പെഷ്യൽ സാധനം ഒഴിച്ച് കൊടുക്കാനുണ്ട്. അതത് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഒഴിച്ച് കൊടുക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ
ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊരു സ്പെഷ്യൽ ഒഴിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് മറ്റൊന്നുമല്ല, ചെറുതേനാണ്. അതിപ്പോൾ 1 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതും കൂടി ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇന്നിപ്പോൾ ഇട്ട അച്ചാർ ഇന്ന് തന്നെ കഴിക്കരുത്. ഒരു 3 ദിവസമെങ്കിലും നമ്മളിത് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ച് വെക്കണം. ഇന്നതിന് ശേഷം നമ്മൾ എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബീട്രൂട്ടിൻ്റെ അച്ചാർ ഇതുപോലെ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് കഴിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.